രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്നെ കാണുമ്പോഴുള്ള റിയാക്ഷൻ, പിന്നെ എന്റെ കാറ് കാണുമ്പോഴുള്ള റിയാക്ഷൻ. രണ്ടും കൂടെ ഒരുമിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സൈഡിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. ഇത് ഏതാ കാർ? ഏതാ? ബെൻസ്. അവിടെ കപ്പലിന്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലം കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഫ്രാൻസ്. ഗൺ പൊസിഷൻ 3, ഗൺ പൊസിഷൻ 1 കണ്ട. ഇവിടെ നിന്നാണ് അവര് ഫ്രാൻസിൽ നിന്ന് വരുന്ന എതിരാളികളെ വെടിവെച്ച് കൊന്നത്. അല്ലെങ്കിൽ ഫുള്ള് മശ്ലീല സംസാരമാണ് ഇവർ സംസാരിക്കുന്നത്. നിങ്ങളപ്പോൾ ആലോചിക്കുന്നത് അയ്യോ ഇതിന്റെ അപ്പുറത്ത് ആ കാണുന്നതാണ് ഫ്രാൻസ്. എനിക്കത് പറയാം. ഹലോ മൈ ക്യൂട്ടീസ്, ഇറ്റ്സ് മീ നീരജ് ആബൂസ്, യുവർ ഇന്ത്യൻ സീക്രട്ട് ഫുഡി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡോവർ കേട്ടും കണ്ടും എല്ലാവർക്കും മടുത്തു. പക്ഷേ ഇനി ഡോവറിൽ കവർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അപ്പം ഇന്ന് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോവർ പോവുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഡോവർ പോവാണ്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് കുറച്ച് ദിവസം ആനുവൽ ലീവും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ സംഭവങ്ങൾക്ക് കണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻജോയ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനൊക്കെ ഉള്ള ഒരു ആനുവൽ ലീവാണ്. അപ്പോൾ ഡോവറിലൊരു സർപ്രൈസ് വിസിറ്റിന് പോയ എൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ എന്തായാലും ഓരോ ഡേ ബൈ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നില്ല. കാരണം ഓൾറെഡി ഡോവർ എപ്പിസോഡ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ പോവാത്ത കുറച്ച് സ്പോട്ട്, കാരണം ഇത്തവണ നമ്മുടെ കയ്യിൽ കാറുണ്ടല്ലോ, നമുക്ക് പോവാത്ത കുറച്ച് സ്പോട്ടുകളിൽ പോകണം. കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ നമുക്ക് നടന്നു പോകാൻ പറ്റിയ കുറച്ച് സ്ഥലത്താണ് നമ്മൾ പോയത്. ഇത്തവണ നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലത്ത് കാറിൽ പോകണം. അടുത്തുള്ള കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യണം, കാണണം. എല്ലാം കൊണ്ടും കുറച്ചൊരു ലെങ്തി വീഡിയോ തന്നെ ആയിരിക്കും ഇത്. സോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. എനിവേ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ സർപ്രൈസ് വിസിറ്റ് കൊടുക്കാൻ വേണ്ടി ഡോർ പോകാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ റെഡിയായി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. വീട്ടിൽ വന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറിയിട്ടാണ് പോകുന്നത്. ബിക്കോസ് എൻ്റെ വണ്ടി ഇവിടെയായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ്. അല്ലെങ്കിൽ നേരെ ഞാൻ അവിടെ നിന്ന് പോകും. ഇനി ഇവിടുന്ന് 3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ ചെന്ന് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടന്നില്ലെങ്കിൽ 3G എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും പോവാല്ലേ. ഓക്കെ, ബാക്കി വീഡിയോ പോകുന്ന വഴിയിൽ പറയാട്ടോ. ഞാൻ ഏതോ ഒരു സർവീസിലെത്തി. എനിക്കറിയത്തില്ല. എനിക്ക് സംഭവം മൂത്രം ഒഴിക്കാൻ നല്ലോണം മുട്ടുന്നു. പിന്നെ ഒരു കോഫിയും കൂടെ കുടിക്കാൻ. എന്ന് വെച്ചാൽ എക്സ്ട്രീം ടയേർഡാണ്. അപ്പോൾ ഞാനൊന്ന് ഫുഡ് കഴിക്കുക, കോഫി കുടിച്ചിട്ട് പോവാം, അതാണ് ബെറ്റർ. അപ്പോൾ ഞാൻ ഇറങ്ങി ഒരു കോഫി കുടിച്ചിട്ട് പോവാം. കാരണം കോഫി കുടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും ഒരു ഉന്മേഷം വരും. പിന്നെ എനിക്ക് മൂത്രം ഒഴിക്കാനും മുട്ടുന്നു. മൂത്രം ഒഴിച്ചിട്ടാകുമ്പോൾ ചെയ്യണേ ഇനിയും ഉണ്ട് 2.5 മണിക്കൂർ. സോ നമുക്ക് മെക്ഡിയിൽ പോയി, ഇതാണ് മെക്ഡിയിൽ പോയി ഒരു കോഫിയോ ഫുഡൊന്നും വേണ്ട, ഓൾറെഡി ഞാൻ എന്തോ കഴിച്ചിട്ടുണ്ട്. സോ പോയിട്ട് വന്നിട്ട് ബാത്റൂമിൽ പോയിട്ടൊന്ന് കാണാം. ഇതാണ് എൻ്റെ കോലം. ഞാൻ മുടി ഇങ്ങനെ വണ്ടിയിൽ വരുന്നത് ഇങ്ങനെ പിടിച്ച് കെട്ടിയതാണ് പെട്ടെന്ന്. അപ്പോൾ ഞാൻ മെക്ഡിയിൽ വന്നിട്ടുണ്ട്. ഒരു ലാറ്റയാണ് പറഞ്ഞേക്കുന്നത്. ടയേർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിങ്ങൾ കണ്ടോ, നല്ല ടയേർഡാണ്. എനിക്ക് ഒട്ടും വയ്യ. പിന്നെ ഈ യാത്ര ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ ചെല്ലുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും നല്ലപോലെ ഉണ്ട്. എനിവേ ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ പെട്ടെന്ന് കിട്ടിയതൊക്കെ വാരി വെച്ചിട്ടുണ്ട് വന്ന്. നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. 12 മണിക്ക് മുന്നിൽ എത്തണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അതിന് സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ 1:55 സമയം കാണിക്കുന്ന. ഇപ്പോൾ സമയം 10:15 അപ്പോൾ പെട്ടെന്ന് പോയി കോഫിയും കുടിച്ചിട്ട് പോവാം. ഓക്കെ, ബൈ. ഇപ്പോൾ പക്ഷേ ഞാൻ ടോയ്ലറ്റിൽ പോകാൻ എനിക്ക് നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ടാകുക. പോയില്ലെങ്കിൽ ഇനി എത്രയോ മൈൽസ് കഴിഞ്ഞിട്ടേ ഇതുള്ളൂ, സർവീസ് ഉള്ളൂ. സോ അപ്പോൾ നമുക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പോയിട്ട് വൈറ്റ് കോഫി ആണ് മേടിച്ചത്. കോഫി കുടിച്ചു. അപ്പോൾ ഇതാണ് മെക്ഡി. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. പക്ഷേ വീട്ടിലേക്കല്ല, തിരിച്ച് നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ സമയം 10:23. ഞാൻ എത്തുന്നത് 1:12. ഒരു 10 മിനിറ്റ് കൂടി കുഴപ്പമില്ല. ടയേർഡായിട്ട് പോകുന്നതിനേക്കാളും ഇച്ചിരി റിലാക്സ് ആയിട്ട് പോകുന്നതാണ് നല്ലത്. ഞാനും എൻ്റെ മെർസിഡീസ് ബെൻസും കൂടി പോവുകയാണ് ഗൈസ്, പോവുകയാണ്. ഓക്കെ, നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം.
ഞാൻ വീണ്ടും ഒരു പാർക്കിങ്ങിൽ നിർത്തി. ബിക്കോസ് എനിക്ക് യൂറിൻ പാസ് ചെയ്യണം. ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ ലോങ് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും ഗൈസ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് UK വന്നിട്ട് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അത് 3-3.5 മണിക്കൂർ. ഇനി ഒരു ഹാഫ് ആൻ അവറും കൂടി ഉള്ളൂ. ഇത്രയും ദൂരം ഞാൻ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തു. കിടില വൈബാട്ടോ, കിടില വൈബ്. 2-3 കോൾസൊക്കെ ചെയ്തു. അതിനുശേഷം പാട്ടൊക്കെ കേട്ട് നല്ല ചില്ല് ചെയ്തു വന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പോയി യൂറിൻ പാസ് ചെയ്തു. സാഹസികമായ എൻ്റെ യാത്ര തീരാൻ ഇനി അരമണിക്കൂർ. ഞാൻ വെളുപ്പത് ഭയങ്കരമായിട്ട് വെള്ളമൊഴിക്കുന്നത്. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഫസ്റ്റ് ഈ ടോയ്ലറ്റിൽ വന്നപ്പോൾ ഇവിടെ ഒരു ആണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് മെൻസിൻ്റെ ടോയ്ലറ്റിൽ വരെ ഇറങ്ങി അപ്പുറത്ത് പോയപ്പോൾ അപ്പുറത്ത് ഫുള്ള് ആൺകുട്ടികൾ. ആ വന്ന ആൾ എന്തോ ആണെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് തെറ്റിപ്പോയി ഗൈസ്. ഞാൻ ഭയങ്കര പമ്പായിട്ടിരിക്കുന്നു. മുഖം കുറേ പാടൊക്കെ ഉണ്ട്, പക്ഷേ ഈ കണ്ണാടി നോക്കുമ്പോൾ ഈ വെളിച്ചത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ടയേർഡ് ഗൈസ്. പക്ഷേ കുഴപ്പമില്ല, ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോഴത്തേക്കും ഒന്ന് ശരിയായി. അപ്പം അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പം മണി 12 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് പതിയെ പോകുന്നതേ ഉള്ളൂ. ബിക്കോസ് അവർക്കൊരു സംശയം തോന്നാൻ പാടില്ലല്ലോ. അപ്പം ഞാനൊരു 1:15-1:30 ഉള്ളിലും മിക്കവാറും എത്തും. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ വരുന്ന കാര്യം. അപ്പോൾ അവൻ ഓർഗനൈസ് ചെയ്തേക്കുവാണ് കാര്യങ്ങളെല്ലാം. പിന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്നെ കാണുമ്പോഴുള്ള റിയാക്ഷൻ, പിന്നെ എൻ്റെ കാറ് കാണുമ്പോഴുള്ള റിയാക്ഷൻ. രണ്ടും കൂടെ ഒരുമിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിവേ നമുക്ക് എന്തായാലും നോക്കാമല്ലോ. എൻ്റെ ഈ ഒരു വലത്തേ കൈക്ക് സംഭവം നല്ല ഒരു പെയിനുണ്ട്. ഈ കൈ ഒട്ടിക്കുമ്പോഴൊക്കെ ഇവിടെ ഈ ഒരു മുട്ടിൻ്റെ ഭാഗത്തൊരു കഴപ്പ് പോലെ, ഒരു വേദന പോലെ, എന്താണെന്നറിയില്ല. എന്തായാലും ശരിയാവും. അപ്പം പോവാം. ഞാൻ ഫൈനലി ഇവിടെ എത്തി. അപ്പം എന്നെയാണ് കേക്ക് കൊണ്ടുവരാൻ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന കേക്ക് എന്തായാലും ഇല്ലാണ്ടായി പോവും. സോ അതുകൊണ്ട് ഇവിടെ കേക്കുണ്ട്. ഇതാണ് അവരുടെ ഫ്രിഡ്ജ്. ഈ കേക്കും കൊണ്ട് ബീച്ചിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് എല്ലാം പോയി. മോറിസൺസിൽ നിന്ന് മേടിച്ച കേക്കാണ്. അപ്പം നമുക്ക് ഇതും കൊണ്ട് ബീച്ചിലോട്ട് ചെല്ലണം. എൻ്റെ കാറിൻ്റെ കീ ഓക്കെ. ഞാൻ വീടെത്തി. ഇത്തിരി സമാധാനമായിട്ടോ വീടെത്തിയപ്പോൾ അറിഞ്ഞില്ല ഇത്രയും സമയം വരെ. അപ്പം നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. ഗൈസ്, അവരെല്ലാവരും ദേ അവിടെ നിൽക്കുവാണ്. ഞാൻ കാണിച്ചു തരാം. ദേ അവിടെ നിൽക്കുവാണ് അവർ. അവളും അവനും എല്ലാവരും അവിടെ നിൽക്കുവാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാനൊരു വഴിയില്ല ഗൈസ്. എല്ലാം ഇങ്ങനെ ഓപ്പണായി കിടക്കുക. ഞാൻ എങ്ങനെ വേണം പോകുന്നത് അങ്ങോട്ട്? അവർക്ക് എന്നെ കണ്ട ഉറപ്പായിട്ടും മനസ്സിലാവും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പെട്ടെന്ന് ക്രോസ് ചെയ്ത് അതുവഴി നടക്കാം. അതാണ് ബെറ്റർ. ഈ ഒരു കാരവാൻ്റെ പുറകിൽ കൂടെ നടക്കാം. അപ്പുറത്തെ സൈഡിൽ കൂടെ വരുവാണെങ്കിൽ അവർക്ക് എന്നെ കാണാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഗൈസ്, ദേ നിൽക്കുകയാണ് അവരെ. ദേ ഇവിടെ നിൽക്കുന്നതാണ് അവർ. ഞാൻ എന്താണ്, എൻ്റെ കയ്യിൽ ഇതേ കേക്കൊക്കെ ഉണ്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. നമ്മൾ കത്തിയൊക്കെ പോയി, കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാം പുറത്തു പോയി. അയ്യോ, എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ. അവരുടെ എക്സ്പ്രഷൻസ് എനിക്ക് കാണണം. അതുകൊണ്ട് മാത്രമാണ് അപ്പുക്കുട്ട പറയുന്നത്. നമ്മൾ അപ്പുക്കുട്ട ഡോവറിൽ വന്നതിന് ശേഷമുള്ള അപ്പുക്കുട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആണോ അപ്പുക്കുട്ട? ഇനി അപ്പുക്കുട്ടൻ്റെ വലത് സൈഡിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. ആണോ അപ്പുക്കുട്ട? ഇനി അപ്പുക്കുട്ടൻ്റെ വലത് സൈഡിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ.
അടുത്തതായി നമ്മുടെ കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് കടക്കുകയാണ്. പക്ഷെ ഇവനല്ല കേട്ടോ, എന്റെ ബർത്ത്ഡേ 1 മാസം മുന്നേ ഉണ്ടായിരുന്നു. അതിന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പറാബി 2 വാക്ക് പറാബി, നീ എന്തോന്നാളിയാ ചെയ്യുന്ന? ഞാൻ ഇതില്ലേ ഇതെങ്കിലും ഇവർ ഒട്ടിച്ചത്. ഇവന്റെ കാര്യമൊന്നും ഞാൻ തുറന്നോട്ടിച്ചാലും കഴിച്ചു. അവര് വേസ്റ്റ് 2 വേസ്റ്റുകൾ 2 വേസ്റ്റ് കൊണ്ട് കളയാൻ പോയപ്പോൾ അടുത്ത ഞങ്ങൾ കേക്ക് മുറിക്കുന്നതിന് മുന്നേ കേക്കിൽ ചോക്ലേറ്റ് എല്ലാം വാരി തിന്നുകയാണ് കഴിച്ചു. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് രാവിലെ. രാവിലെ വരുന്നു. ആ ഞാൻ പണ്ടേ ഫിറ്റ്നസ് ബ്യൂട്ടിയാ. കേക്കട്ടെ, പെട്ടെന്നാവട്ടെ, സമയം പോകും. എൻ്റെ ഒരു കണ്ടന്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ. ഇവിടെ വരുന്നത് അദ്രീഷ്. ഹാപ്പി ബർത്ത്ഡേ ടു. ഞങ്ങളൊക്കെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ്. മുഴുവൻ എന്നാ പിടി, ഞാൻ പോയി കേക്ക് തിന്നട്ടെ. എന്റെ ഊക്കയിലെ ഒരു സഹോദരൻ. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അങ്ങനല്ല, ഇതങ്ങനല്ല. എടാ എനിക്ക് ഇത് തരുവാ. എന്തൊരു സന്തോഷം, ഒരു മനസ്സുഖം അല്ലേ? സോ ഗൈസ്, നമ്മൾ കേക്ക് കട്ട് ചെയ്തത്, ഇതിന്റെ പേരെന്താണ്? ഡോവർ ഹാർബറോ? ഡോവർ ഹാർബറിന്റെ ഫ്രണ്ടിൽ നിന്നാണ്. ഡോവർ ഹാർബറിന്റെ ഫ്രണ്ടിലാണ്. ഈ ഹാർബറിലാണ് നമ്മളിങ്ങനെ നടന്നു പോയിട്ട് ദോ അങ്ങറ്റത്ത് ചെന്നിരിക്കുന്ന ഹാർബർ ഇതാണ്. സോ നല്ല രസമുണ്ടല്ലോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ കേക്ക് കെട്ടിയത് ബർത്ത്ഡേക്ക്. ഓക്കെ, now I'm gonna introduce my new car. Yeah. ഞാനിവിടെ വരുന്നെന്ന് പറയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ എന്താണെന്നറിയോ? ഓ ഇതാ പാക്രി ആട്ട സർപ്രൈസ്, ഇന്ന് മൊത്തം സർപ്രൈസ്. എനിക്ക് കഷ്ടമുണ്ടായിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു. എടാ ഒന്ന് പിടിച്ചേ, കൊള്ളാലോ പരിപാടി. ഇതൊന്ന് പിടിച്ചേ, ബർത്ത്ഡേ ഒക്കെ ആയിരിക്കും നിന്റെ. പിടിച്ചേ, കണ്ടോ സ്നേഹം കണ്ടോ? അണ്ണോക്കി തടി. അതറിയാവോ സോന? സോന പാവി മോനെ. ഞാൻ ഓട്ടിക്കുന്നില്ല. ഞാൻ നിന്നോട് 1000 വട്ടം. സോ ഗായ്സ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇന്ന് ബർത്ത്ഡേക്ക് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, ഒള്ളി പിസ്സ വാങ്ങി തന്ന് അഭിസംതൃപ്തിയാണ്. ഇതാണ് നമ്മൾ ബർത്ത്ഡേ ഗേൾ ദൃശ്യ. എത്ര വയസ്സായി? 20 വയസ്സായി. കൊച്ചാണ്. കഴിഞ്ഞ 25 വയസ്സ്. അത് പോട്ടെ, കഴിഞ്ഞ മാസം നിനക്ക് എത്രയായി? 25. 2 മാസം കഴിഞ്ഞ 2 മാസം. ഓക്കെ, നമുക്കിപ്പോ പിസ്സ കഴിക്കാം. ഓക്കെ, സോ ഗൈസ്, എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നിൽ നിങ്ങളിത് കാണുക. ഞാൻ എൻ്റെ ചേച്ചിയെ കൊണ്ടൊന്ന് പുറത്തു പോവാണേ. അപ്പം അതിന് മുന്നിൽ നിങ്ങളിത് കാണുക. ഇതെന്തോന്നാ? സദ്യ. ചോറുണ്ട്, മോരുകറിയുണ്ട്, മറ്റേ കൂട്ടുകറിയുണ്ട്, അവിയൽ, തോരൻ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് മറ്റേ മുളക് വറ്റൽ, 3 തരം അച്ചാർ, സാമ്പാർ. സാമ്പാറൊക്കെ നല്ല കുരുക്കുരുള്ള ചോറ്, പപ്പടം,
പിന്നെ വാഴയിലയിൽ ഇന്ന് നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ് ഗൈസ്. സദ്യ കഴിക്കാൻ പോവാണ് ബിക്കോസ് സദ്യ കഴിക്കാൻ പോവാണ് ബിക്കോസ് ഇന്ന് ദൃശ്യന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ദൃശ്യന്റെ ബർത്ത്ഡേ പാർട്ടിയാണ് ഇത്. സോ അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയാണ് നിങ്ങൾക്ക് കണ്ടേ കാണിച്ചാട്ടോ. പാവം എൻ്റെ കുട്ടി ഉറക്കം ഒഴിഞ്ഞിട്ട് കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുവാണ്. പാവം എൻ്റെ കുട്ടി. ഇയാളാണ് ഇത്രയും ഫുഡ് ഉണ്ടാക്കിയത്. അപ്പൊ എന്താണ് ഉണ്ടാക്കുന്നത്? ആ ഇനി പായസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സദ്യ കഴിയും. സോ അപ്പൊ അഭി പാവം കഷ്ടപ്പെട്ട് ഉറങ്ങി വന്നല്ലേ? എന്താ ബോധമുണ്ടോ? 20 ഉണ്ടാക്കിയോ എന്റെ മോനെ? അപ്പൊ ഞാൻ കഴിക്കുന്ന കാണിച്ചു തരാം. ഇത് പാലട, ഇത് വെർമസെല്ലി അല്ലേ? സേമിയ സേമിയ. സോ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. സോ ഞങ്ങൾ രാവിലെ എണിച്ച്, രാവിലെ അല്ല എത്ര മണി, 1:30 മണിയായി. ഇവള് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം 1:15. അപ്പം ഇവളുടെ വർക്ക് ചെയ്യുന്ന ഹോം ഇവിടെ നിന്ന് അടുത്താണ്. അപ്പോൾ ലൈക്ക് അവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ട്, 1 year ആനിവേഴ്സറി ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം കൂടെ പോവുക. ഞാനിവിടെ കൂടെ പോവുകയാണ്. അതെ, ഓക്കെ. ഇനി വീണ്ടും വന്നിട്ട് ഷിഫ്റ്റ് ഉണ്ട് ഗൈസ്. സോ കാറ് പാർക്ക് ചെയ്ത വഴി മറന്നുപോയി. അപ്പം ഷിഫ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്താണ് പാർക്ക് ചെയ്തത്, കാരണം വീടിൻ്റെ ഫ്രണ്ടിലൊന്നും പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല നൈറ്റ്. അപ്പം ഞങ്ങൾ നടന്ന് കാറിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അതാ വളവ് കഴിഞ്ഞാൽ അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഭയങ്കര ടയേർഡായിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം എനിക്ക് നന്നായിട്ടുള്ളത്. പിന്നെ 3-4 ദിവസം അടുപ്പിച്ച് കണ്ടിന്യൂസ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം രാവിലെ എല്ലാ ദിവസവും 6 മണിക്ക് എണിക്കുന്നുണ്ടായിരുന്നു. 10 ദിവസം അടുപ്പിച്ച് നൈറ്റ് 6 ദിവസം എണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്ഷീണവും എല്ലാം ഞാൻ എങ്ങനെയാണ് മാറ്റിയത്. സോ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റായി പോയില്ലേ. പിന്നെ ക്ഷീണം കുഴപ്പമില്ല, കുറവുണ്ട്. എന്നാലും കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മണക്കുന്നുണ്ട്. കുഴപ്പമില്ല. എന്തൊരു കള്ളത്തരം എനിക്ക് മണക്കുന്നുണ്ട് കേട്ടോ. പറ, ഇതാരക്കറി? എനിക്ക് ഇപ്പൊ അറിയണം. നിസാൻ പാവം, നിസാനെ വിശ്വസിച്ച് വന്ന ഞാനാര്? നിസാനെ ചതിച്ചോടി ബ്ലഡി പുള്ളി. ഇതാരക്കാർ പറ? പുതിയ പറയാതെ അതല്ലേ സർപ്രൈസ്. നീ കുറിച്ച് വെച്ചോ? നീ നിനക്ക് ഞാൻ വെച്ചോ? സത്യമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഏതാ കാർ? ഏതാ? ബെൻസ്. ഇത് കാണിച്ചത് വന്നത് കാറിലേക്ക്. എന്റെ വിഷമത്തിന് ഇപ്പൊ പരിഹാരം ഉണ്ടായില്ലേ? ഇല്ല, ഇതിൽ സാധനം കയറ്റാൻ പറ്റില്ല. ദൃശ്യന്റെ ബർത്ത്ഡേന്റെ സദ്യ ഇവിടെ അബി കഷ്ടപ്പെട്ട് രാത്രി ഉറക്കം കഴിച്ചിരുന്ന് ഉണ്ടാക്കിയതാണ്. അവന്റെ മുഖം നിങ്ങൾ നോക്കേ. അബി ഇവിടെ ഉറങ്ങാത്ത 2 വ്യക്തികളുള്ളൂ ഗൈസ്. ഞാൻ പണിയെടുത്ത് വന്നതും സോ കഷ്ടപ്പെട്ട് ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവൻ ഭയങ്കര ടയേർഡാണ്. സോ അവൻ സദ്യ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എന്തുകൊണ്ടാണെന്നറിയോ? ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തില് പെർഫെക്റ്റ് മാൻ. നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ. കാരണം കറികളൊക്കെ നോക്കി എത്ര നാളുകൊണ്ട് വിചാരിക്കുന്ന അറിയോ, ഒരു സദ്യ കഴിക്കണമെന്ന്. നാട്ടിൽ പോയപ്പോൾ പോലും സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, അച്ഛൻ്റെ കല്യാണത്തിനല്ലാണ്ട്. സോ അപ്പം ഇവിടെ നിന്നൊരു സദ്യ അതെന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ ഓണം വരെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പരിപ്പും പപ്പടവും എല്ലാം കൂടെ കൂട്ടി ഞാൻ ഷടപടേന്നൊരു സദ്യ. ദൃശ്യന്റെ ബർത്ത്ഡേ ആണെങ്കിലും വന്നില്ലെങ്കിൽ അതെ വന്നില്ലായിരുന്നു എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആയി പോയാണ്. ബിക്കോസ് ഈ ഒരു ടേസ്റ്റുള്ള സദ്യ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പക്ഷെ കാണുമ്പോൾ തന്നെ ഭയങ്കര എമ്മി നല്ല ലുക്ക് ഉണ്ട് കാണാൻ. ഞാനാണെങ്കിലും ഇപ്പോൾ കുറച്ചേരത്ത് പിന്നെ ഉറക്കം വിളിച്ചതേ ഉള്ളൂ. നമ്മളെന്താ ഓവർ കോൺഫിഡൻസ് എന്ന് അറിയോ? ഇവന്റെ ഫുഡ് എന്താണ് നമുക്ക് മുന്നേ അറിയാം. അതെ, ഇവരൊക്കെ ഓൾറെഡി അതിന്റെ ഫുഡിന്റെ ഫാൻസ് ആണ്.
ഇവന് ഫുഡ് ഉണ്ടാക്കി ഞാൻ ഒരു വ്യക്തമായിട്ട് പറയുന്നത്, ഇവൻ ഫുഡ് ഉണ്ടാക്കുന്നതിൽ പൊളിയാണ്. പക്ഷെ ഇവന്റെ പ്രത്യേകത എന്താ പറയുക, ഇവൻ എന്ത് ഫുഡും ഉണ്ടായിരുന്നു, പക്ഷെ ഇവൻ കഴിക്കില്ല. നമ്മളെ കൊണ്ട് നമ്മൾ പ്രഗ്നന്റ് ആവുന്ന രീതിയിൽ നമ്മൾ എന്നെ കൊണ്ട് 2 കിലോ ബിരിയാണി ഒറ്റ അതെ, അതൊരു സാധനമുണ്ട്. പിന്നെ വേറൊരു കാര്യം, അവർ എത്ര വേണോ എന്ത് വേണോ ഉണ്ടാക്കി തരും. പിന്നെ നിങ്ങൾ ഇവൻ ചെയ്യുന്നുണ്ടോ അഭി, കുറച്ച് വിളമ്പോ അഭി, കുറച്ച് കഴിക്കാനെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ എല്ലാവരും ആരെങ്കിലും കഴിക്കും? ആവശ്യം വേണമെങ്കിൽ പിന്നീട് എടുത്താ പോരെ, ഇത്രയൊക്കെയാണോ വിളമ്പുന്നേ? ഇവന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഫുഡ് ഉണ്ടാക്കും, വിളമ്പി തരും, അത് കഴിച്ച് തീർക്കാണ്ട് എനിക്ക് സമ്മതിക്കത്തില്ല. നിങ്ങൾ അവിടെ ഓരോ പേര് ഫുഡ് ഇട്ടാണ്ട് വേസ്റ്റ് ചെയ്യുന്ന കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതും. പിന്നെ അവരാണെങ്കിലും കുറച്ചേ കഴിക്കത്തുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവര് അവന് കഴിക്കുന്ന കാണാനാണ്. അതെ, കഴിക്കുന്നത് കാണുന്നതാണ് അവന്റെ സന്തോഷം. കാരണം നല്ല ചോറ് വേണ്ട, എല്ലാരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ട് നമ്മളൊരു സംതൃപ്തിയാണെന്ന് കാണുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാണ് എന്റെ അഭിക്ക് വേണ്ടത്. കാരണം നിങ്ങൾ ഈ നോക്കുക, കറി വിളമ്പൊന്ന് നോക്കി, ഇതിന് ഇനിമേ ഇപ്പൊ ചോറ് വേണ്ട. ഇവനൊരു കല്യാണം അത് കാറ്ററിങ്ങിനെക്കാരും പറഞ്ഞു വിട്ട ഫസ്റ്റത്തെ ഇതിൽ തന്നെ സദ്യ കഴിയും. പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാമായി ഗൈസ്. ഇനി പരിപ്പ് വരണം, സാമ്പാർ വരണം, മോരുണ്ടാ, രസം, അതാ മോര്, മോരുണ്ട്, പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ട്, രസം. ഷോ എന്റെ ഇവിടെ ഒരു കുറവേ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് കാണുക, പരിപ്പ് കറി വരുവാണ് ഗൈസ്. പരിപ്പ് നെയ്യുണ്ടോ? നെയ്യൊന്നും വേണ്ട ഈ പരിപ്പിന്. നെയ്യ് ഇട്ട പരിപ്പാണ്. എന്നാലും കുറച്ച് നെയ്യ് ഹരേ പണി എനിക്കുണ്ട്. ഇത് നിങ്ങൾ കാണുക. ഇത് നിങ്ങൾ നോക്കൂ നോക്കൂ നോക്കൂ, ഭയങ്കര യബി 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 ഗൈസ്. ബിരിയാണി നടുക്ക് കൊണ്ട് 10-15 ദിവസം ഫുഡ് കഴിക്കാണ്ട്, ഒട്ടും ഫുഡ് കഴിക്കാണ്ട് വിശന്ന് തളർന്ന് നമ്മൾ ഒരു ഫുഡ് നമ്മളെ മുന്നിൽ കൊണ്ട്, ഇച്ചിരി പച്ചവെള്ളം നമ്മളെ മുന്നിൽ കൊണ്ട് കഴിക്കുമ്പോൾ നമുക്കൊരു ആർത്തി. ആ ആർത്തിയിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണ്. ദൃശ്യം കുളിക്കാൻ പോയി ചോറ് വെച്ചിട്ട് കഴിക്കരുതെന്ന് പറയുന്ന അവസ്ഥയിലാണ് കഴിച്ചു ഞങ്ങള്. ദൃശ്യം കുളിച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവള് ഇപ്പൊ വരുന്ന പറഞ്ഞ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഇത് നോക്കും. പിന്നെ ഇവൻ കഴിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര സെൽഫിഷ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞ് പോയി. മാള് നക്കി നാക്കി പാവിയല് തീർക്കും. പിന്നെ അയ്യോ പറടാ ഗൈസ്, നിങ്ങൾ ഇത് കാണുക. അയ്യോ ഗൈസ്, അതൊക്കെ ശരിയാവും. ഓക്കെ ഓക്കെ. അവിയലിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇവിടെ നമ്മള് മറ്റേ ക്രീമി ആയിട്ട് സ്മാഷ് ഒക്കെ പോലെ, മാഷ് ഒക്കെ പോലെ, മാഷ് ഒക്കെ പോലെ സൂപ്പർ സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ അറിയോ, ഇത് ഈ കത്തിരിക്ക ഇത് ഇഷ്ടപ്പെടാൻ കാരണം ചെന്നൈയാണ്. ചെന്നൈയിൽ ബിരിയാണീൻ്റെ കൂടെ, അവരുടെ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണീൻ്റെ കൂടെ അവർ ഈ സാധനം തരും. ആ ബിരിയാണി ഫുള്ള് നമുക്ക് കഷ്ണങ്ങളില്ലെങ്കിലും ഈ ഒരു സാധനം വെച്ച് കഴിച്ചു തീർക്കാൻ പറ്റും. അത്ര യമ്മി ആയിരിക്കും. അത് ഇച്ചിരി കൂടെ ഗ്രേവി ടൈപ്പ് ആയിരിക്കും. പക്ഷെ ഇത് അത് വരാൻ പറയടാ ഒന്ന്, എനിക്ക് വയ്യ ഗൈസ്. സോ come on. ബർത്ത്ഡേ ഗേൾ ഈസ് ഹിയർ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ശുണ്ടരി മണിയായി. ഇത് അബി, എടി കുറച്ച് ഇങ്ങോട്ട് ഡ്രസ്സ് കാണട്ടെ. അബി ദൃശ്യക്ക് മേടിച്ചു കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഹാപ്പി ബർത്ത്ഡേ. ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. സോറി, നിന്റെ UK-യിലുള്ള ഒരേ ഒരു ആംഗിൾ കഴിച്ചിട്ട് അടിച്ചു പോയി. കഴിക്കാൻ പോവാ. ഒന്നും പറയാനില്ല. എന്റെ പൊന്നെ, ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എങ്ങനെ സാധിക്കുന്നു എനിക്ക്. നീ ഒരു റെസ്റ്റോറന്റ് തുടങ്ങി, ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നിന്നെ. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും തുടങ്ങുമ്പോ ഫുള്ള് അടിപൊളി അമ്മാരി ടേസ്റ്റി ഗൈസ്. നീ അഭിപ്രായം കൊടുക്കുന്ന സമയം കൊടുക്കും. അഭിപ്രായം പറയുള്ള ആളവിടെ ഇരിക്കല്ലേ. ഓരോ കറിയും എടുത്തെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നു.
അയ്യോ ഇതിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ. മറ്റേ കത്തിരിക്ക സാധനം അവിടെ കാണിച്ചോ. എന്റെ കഴിയും കേട്ടോ 1 മിനിറ്റ്. പറ എങ്ങനെയുണ്ട് ഫുഡ്? നിനക്ക് ആ പോലില്ല ഉണ്ടാക്കി എന്തെല്ലാം ആ പാതി കഴിഞ്ഞ് ഇതെല്ലാം സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ട് വിശന്നിരിക്കണോണ്ടും അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ സമയം ഞാൻ ഫുള്ളും ഗൈസ് നീരജ് അമ്മൂസ് ഇൻഫ്ലുവൻസർ ഫുഡ് കഴിക്കുന്ന കുട്ടി ഇരുന്ന് പെരുവണ നോക്കുന്നു. 3 വട്ടം ചോറ്, 3 ഐറ്റം കറി, അത് കഴിഞ്ഞ് അടുത്ത് 2 പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. കഴിച്ച എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. 2 വലിയ മൊട്ട ചെമ്മരിയാടിനെ വിഴിഞ്ഞ പെരുമ്പാമ്പ് മരത്തിന്റെ ഇടയിൽ പോയി ദഹിക്കാൻ നിൽക്കൂലേ, വേരിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊളഞ്ഞൊളഞ്ഞ് കയറുന്നത്. ഞാൻ എന്തെന്റെ ഇടയിൽ ചെന്ന് കയറട്ടെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക. ബർത്ത്ഡേ ഒക്കെ ഇരുന്ന് പെരുവെന്ന് കഴിച്ചു. ഗൈസ് വീഡിയോ ഇൻഫ്ലുവൻസിന് നമ്മൾ ഫുഡ് ബ്ലോഗിന് പോയാൽ പോലും കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഞങ്ങളെ കൊണ്ട് തിന്നിക്കുന്ന ഇവൾ എല്ലാം ചോദിക്കത്തില്ലേ, ഞാൻ കഴിക്കത്തില്ല ഫുഡ്, ഞാൻ അങ്ങനെ അധികം കഴിക്കത്തില്ല. ഇത് എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. 3 തവണ ചോറ്, പരിപ്പ്, സാമ്പാർ, മോര് കഴിഞ്ഞ് കറികളെല്ലാം ഏകദേശം ഫിനിഷായി. 4 പപ്പടം, 5, 6 പപ്പടം, പഴം. എനിക്കൊരു പപ്പടം, എനിക്ക് 2 പപ്പടം തന്നുള്ളൂ. പോയി അതെ ദഹിച്ച്. അപ്പൊ ഇനി അടുത്തുള്ള ചോറ് എന്നിട്ട് ഇതൊന്നും ഇല്ലാച്ചിട്ട് അബീരടുത്ത് പറയണം ഗൈസ് എല്ലാം മാറ്റി വെച്ചാൽ ഇപ്പൊ ഇതെല്ലാം പോയി കോവൻട്രി പോകുന്നു. ഞാൻ വിചാരിച്ചു 2-3 ദിവസം നിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ മിക്കവാറും ഈ സാധനങ്ങളെല്ലാം എന്റെ വണ്ടിയുടെ ഡിക്കിന്റെ ഇപ്പൊ തന്നെ ഞാൻ കോവൻട്രിയിലോട്ടു. ദൈവസത്യയുടെ എന്റെ വയറ്റിൽ ഒരു തുള്ളി സ്ഥലമില്ല. വേണം എന്നുണ്ടായിട്ടല്ല കഴിക്കുന്ന, പക്ഷെ ടേസ്റ്റ് വാസ് ടു ഡെലീഷ്യസ്. നിർത്താൻ പറ്റുന്നില്ല. ആണി കയറ്റാളടുത്ത് ഇവിടെ സൂചി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. നല്ല ഒരു 3-4 മണിക്കൂറത്തെ സൂപ്പർ ഉറക്കം ഉറങ്ങി. ഇപ്പം എണിച്ച് വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി അടുത്ത പാർട്ടി സ്റ്റാർട്ട് ചെയ്യണം. ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് കരുതി. അബി ഇന്നലെ രാത്രി ഫുൾ ഉറക്കം കഴിഞ്ഞ് കുക്ക് ചെയ്തുകൊണ്ട് അവൻ ചോറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവൻ ഉറങ്ങുവാണ്. അവൻ ഇനി എപ്പോൾ എണിക്കുന്നോ അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടി തുടങ്ങാം. സോ ഇപ്പോൾ കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങനെ ചുമ്മാ ഇങ്ങനെ. എന്താ സാധനം? അല്ല കഞ്ഞിയും ഇറങ്ങാനാണ് ഇപ്പം എടുത്തിട്ട് കൂടുതൽ. എനിക്ക് വിശന്നിട്ട് നേരെ ഇരിക്കാൻ വയ്യ. എന്തായിരിക്കും എനിക്ക് ഒരു ഐഡിയ. എന്നാൽ ഒരു ക്ലൂ തരട്ടെ. പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചൊരു സാധനം പഴങ്കഞ്ഞി. എല്ലാം കറി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. പക്ഷെ ഗ്രാൻഡ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഫുഡായിരുന്നു ഫുള്ളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ പാർട്ടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും പോകണം എന്ന്. പക്ഷെ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം കിട്ടില്ല. ഇവൻ അമ്പലത്തിൽ പോലും പോകാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും എക്സ്ട്രീം ടയേർഡായിരുന്നു. ഇന്നലെയും മെനിങ്ങാന്നൊക്കെ ആയിരുന്നാലും ഇന്നിപ്പോൾ എല്ലാവരും കുറച്ചൊക്കെ ഓക്കെയാണ്. അപ്പം ഇന്നിപ്പോൾ മാളും ഉണ്ട്. അപ്പോൾ 8 മണിക്ക് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നിൽ എവിടെയെങ്കിലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി ഒരു ബീച്ചിൻ്റെ ഒരു സൈഡിലോട്ട് പോവുകയാണ്. ഡോവറിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടൊരു കുഞ്ഞു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. സ്ഥലം എവിടെയൊന്നും അറിയത്തില്ല. ഏതോ ഒരു ക്ലിഫ് മാതിരിയുള്ള ഒരു സ്ഥലം. റൈറ്റാണ്. സോ ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും ഓഫല്ല, ഒന്ന് ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാം. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ ഫ്രാൻസ്. എൻ്റെ യൂട്യൂബിലെ വീഡിയോ മുന്നത്തെ ഡോവറിൻ്റെ എപ്പിസോഡ് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. കണ്ടോ, ഇവിടെ നിന്നാണ് ഫെറി പോട്ടൊക്കെ നമുക്ക് ഫ്രാൻസിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ ഒരു ടണലുണ്ട്. നിങ്ങൾക്കറിയാലോ, വണ്ടികളൊക്കെ പാരീസിലോട്ട് ട്രെയിനകത്ത് കയറ്റി പോകുന്ന ഒരു ടണൽ, യൂറോ ടണൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അതൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവൻ
ഇത് നല്ല രസമാണ്. അവിടെ നിന്ന് ആ പോർട്ടിലൊക്കെ വലിയ വലിയ കപ്പലുകളൊക്കെ വന്ന് കിടക്കുന്ന കാണാം. ഇതിന്റെ മുന്നിലത്തെ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും അടിപൊളി സ്ഥലമാണ്. എല്ലാവരും കൂടെ ഇത് അടുത്താണ് കേട്ടോ, തൊട്ടടുത്ത് ഒരു 5 to 10 മിനിറ്റ്സ് ഇല്ല, ഒരു 5 minutes യാത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കുളിർമയുണ്ട്. ഇവൻ എൻ്റെ കാസിൽ നീ UK വരുന്നതിന് മുമ്പ് കാസിലാണോന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് UK വന്നത് കാസിലാണ്. അപ്പൊ ഞാൻ അടിപൊളി സ്ഥലമാണ്. അപ്പൊ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യണം. ഏതോ ഒരു കാട് വഴിയൊക്കെ പോവാണ്. എങ്ങോട്ട് എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. കാലില് ഷോർട്സ് ഇട്ടോണ്ടൊന്ന് കാലൊക്കെ കടിക്കുന്നു, മുള്ളൊക്കെ കൊണ്ടിട്ട് നോക്ക്. ഇത്രയും ഒരു ഇടവഴി കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇതിന്റെ മണ്ടയിൽ കയറി. ഒരു ഫോട്ടോ എടുത്തോട്ടെ ഗൈസ്. സോ നോക്കൂ, ഈ വഴി കയറാൻ ഇച്ചിരി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെ ഈ വഴി കയറി ഇവിടെ വരുമ്പോൾ ഒരു വ്യൂ കണ്ടോ ഇതാണ് വ്യൂ. കണ്ടോ ഗൈസ്, നല്ല രസം. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അത് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ അപ്പുറത്തെ ഭാഗത്ത് കാണുന്ന ആ വെള്ള സാധനങ്ങളുണ്ടോ, മാറി ഞാൻ എന്നെ കാണിച്ചോട്ടെ ഗൈസ്. ആ ഇതിലും കാണാനടാ, അതൊരു വൈറ്റ് ക്ലിഫ് പോലത്തെ ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പം അവിടെ കപ്പലിന്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലം കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഫ്രാൻസ്. കണ്ടോ, നമുക്ക് ഇത്രയും ദൂരത്ത് നിന്നാണ് കാണാം. ഈ ഒരു കടലിന്റെ അപ്പുറത്ത് ഫ്രാൻസ് ആണ്, ലൈക് പാരീസ്. നമ്മൾ കണ്ട നല്ല രസമുണ്ട്. ഇല്ലടി, വാറിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ സ്ഥലങ്ങളില്ലേ, അതിനുവേണ്ടി മറ്റേ പണ്ടത്തെ പീരങ്കിയൊക്കെ പൊട്ടിക്കത്തില്ലേ, ആ സുനാപ്പി. നമ്മളിപ്പോ നിന്ന സ്ഥലം അതുള്ളതാണ്. ഇതുവഴിയായിരിക്കും ചിലപ്പോ കൊട്ടാരത്തിൽ പോകുന്നത്. നമുക്ക് വഴിയുണ്ടോ നോക്കിയാലോ. മറ്റേ ഒളിവാതിൽ എന്നൊക്കെ പറയത്തില്ലേ, രാജാക്കന്മാര് ഒളിപ്പോരൊക്കെ നടത്തുന്ന. ഇത് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലമാണ്. കൈൻഡ് ഓഫ് ജയിൽ പോലെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ മുകളിൽ നിന്നാണ് നമ്മളിപ്പോ ആ ഒരു സ്ഥലം കണ്ടത്. നല്ല രസമുണ്ട്. ഇതെന്താ ഇതാണ് ജയില്. നിങ്ങൾ കണ്ടോണം, പണ്ടത്തേക്ക് ജയിൽ ഇങ്ങനെ ഒളിപ്പോരൊക്കെ നടത്തുന്നതും. അവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, പക്ഷെ എല്ലാം ക്ലിയർ അല്ല. ഒരുപാട് വർഷങ്ങൾ, എത്ര നൂറ്റാണ്ട് പഴക്കമുള്ള സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. ഇതാണ് ഇവിടുത്തെ സംഭവം. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലമില്ലേ, ലാൻഡ് സ്റ്റോർ, ഗൺ പൊസിഷൻ 3, ഗൺ പൊസിഷൻ 1. കണ്ടോ, ഇവിടെ നിന്നാണ് അവര് ഫ്രാൻസിൽ നിന്ന് വരുന്ന എതിരാളികളെ വെടിവെച്ച് കൊന്നത്. 187 ഇയാളായിരുന്നു വീരൻ, പിന്നീട് ഇയാളാനായി. അല്ല, ഇത് ഫ്രാൻസിലായിരുന്നു. പാനൽ 1 ഇപ്പൊ പാനൽ 1 കൺട്രോൾ ചെയ്തോണ്ടിരുന്ന ഇയാളാണ്. ഇതാണ് ലീഡർ. ഇയാൾ മരിച്ചു. രണ്ടും. Follow me and I'll show around our excellent new gun battery. ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞതുണ്ട്, വിക്ടോറിയൻ ഗൺ ബാറ്ററി. ഫോളോ മീ, I'll show you around. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അവിടെ നിന്ന് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, കടലും കണ്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. കണ്ടോ, ഇവിടെ കുറേ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ കൂടെ നടക്കുവാണ്. ഇവിടെ കുറേ സിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ബീച്ച്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ബീച്ച്. ഇവിടെ നിന്നാൽ നമുക്കിങ്ങനെ കപ്പലുകൾ പോകുന്നത്. വൈറ്റ് ക്ലിഫ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. എന്തായാലും നല്ല രസമാണ്. എനിക്ക് വളരെ ഇതുവഴിയാണ് ട്രെയിൻ പോകുന്നത് കേട്ടോ. ഡോവറിൽ നിന്ന് ലണ്ടനിലേക്കൊരു ട്രെയിൻ ഉണ്ട്. അപ്പം ആ ലണ്ടനിലേക്കുള്ള ട്രെയിൻ പോകുന്നത് ഇതുവഴിയാണ് ട്രെയിൻ പോകുന്നത്. നിങ്ങൾക്ക് ട്രെയിൻ പാളം കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് റെയിൽവേ ക്രോസ്. അതിൻ്റെ താഴെ തന്നെ ബീച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ വന്ന സമയത്ത് ട്രെയിനിൽ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല രസമുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുവാണ്. ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് മാളൂന് ഷിഫ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഷിഫ്റ്റ് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. അതുകൂടെ കവർ ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ യൂറോ ടണലിൽ. ഇതാണ് യൂറോ ടണൽ. ഇതെങ്ങനെ തുറക്കുക? തുറന്നു തരൂ.
നിങ്ങൾ ഈ വഴി കാണുക. ഇത് എന്ത് രസമല്ലേ! ഇത് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്താന്ന് നമുക്കറിയത്തില്ല. യൂറോ ടണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഇത് ഓരോ ട്രെയിനാണ്. ട്രെയിനിനകത്ത് വണ്ടികൾ കയറ്റിയിട്ട് ഈ ട്രെയിനാണ് ഫ്രാൻസിലേക്ക് പോകുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഒരു ട്രെയിൻ ഫ്രാൻസിലേക്ക് പോകുന്നു കേട്ടിട്ടുണ്ടോ? അതാണ് എന്നാണ് അവർ പറഞ്ഞത്. എനിക്കത് അറിയത്തില്ല, ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്താ സംഭവം. ബിക്കോസ് ഒരു ക്ലിയർ വ്യൂ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഈ സംഭവം എന്താണ്? ഇതാണ് ഇത് വേറൊരു ട്രെയിൻ അതിൻ്റെ അപ്പുറത്തോടെ പോകുന്നുണ്ടോ? അത് ആ ട്രെയിനല്ല, അത് ഇങ്ങോട്ട് നമ്മുടെ ലണ്ടനിലേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ. ഇത്രയും ഒരു കിടിലം വ്യൂ ആണ് ഇവിടെ ഉള്ളത്. അബി, ക്യാൻ യു എക്സ്പ്ലെയിൻ? അതാണ് യൂറോ ടണൽ. പറ. നമ്മുടെ ഈ ലോറികളൊക്കെ കയറി വരത്തില്ലേ, ഫ്രാൻസ് എന്ന് ജർമ്മനി എന്നൊക്കെ വരുന്ന ലോറികൾ, ആ ലോറി കയറ്റിയിട്ടിരിക്കുന്നുണ്ട്. ട്രെയിനിന്റെ ഹെഡ് ഇതായിരിക്കുന്നുണ്ട്. ഇതിന്റെ അകത്തോട്ട് ലോറി കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കടലിന്റെ അടിയിൽ കൂടെ പോകുന്ന അങ്ങനെയല്ലേ? അതെ, അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശരിയാണ്, ഇതാണ് യൂറോ ടണൽ. നമുക്കതിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല, ബിക്കോസ് ഭയങ്കര സെക്യൂരിറ്റി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ തന്നെ ധാരാളം. അതിൻ്റെ അപ്പുറത്ത് കടൽ, വീടുകൾ, കടൽ. ഇവിടുന്നോ? ശരിക്കും? പക്ഷെ ഇത് ഹൈറ്റ് കുറവല്ലേ? പാരഷൂട്ട് പറന്ന് നടക്കുന്ന അത് അതന്നെ ഇവിടെ ഹൈറ്റ് കുറവല്ലേ? അല്ല, ഇവിടെ നിന്ന് അവർ പറന്നു പോകും. ഞാൻ വീഡിയോ ഉണ്ട് അടിയാൻ തരാം. സോ ഗൈസ്, നമ്മൾ അടുത്ത ഒരു പ്ലേസിലോട്ട് വന്നേക്കുവാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ മഞ്ഞപ്പൂ. ക്യാമറ കാണാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയില്ലേ? അപ്പം ഒരു മലേന്റെ മണ്ടേ കയറിക്കൊണ്ടിരിക്കണം. ഈ മല കയറിയാൽ നമുക്ക് വേറെ എന്തോ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഈ 3 കൂടെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഇല്ലല്ല, വെയിറ്റ്, 3 കൂടെ കൊണ്ടുപോകുന്നതാണ്. ഇച്ചിരി സണ്ണി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ്. അപ്പം ഞങ്ങൾക്ക് വയസ്സായി, ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല, വയസ്സായി പോയതുകൊണ്ട് ഞങ്ങൾ പുറകെ ഇങ്ങനെ കയറുവാണ്. സോ ഇത് കയറി ചെല്ലുമ്പോൾ വേറെ എന്തോ സംഭവം അവിടെ കാണാൻ പറ്റും. കണ്ട സംഭവം തന്നെ, ബീച്ച് ഇതൊക്കെ തന്നെ. എന്നാലും എന്താണ് നമുക്ക് അവിടെ പോയാലും അറിയാൻ പറ്റത്തുള്ളൂ. നടക്കുക തന്നെ അങ്ങോട്ട്. തിരിച്ചിറങ്ങാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ തിരിച്ചിറങ്ങാനാണ് പാട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ക്യാമറ ഓണാക്കാൻ പറ്റത്തില്ല. ഓണാക്കുമ്പോഴാണ് 5 മിനിറ്റ് ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഫുള്ള് മശ്ലീര സംസാരമാണ് ഇവർ സംസാരിക്കുന്നത്. നിങ്ങളപ്പോൾ ആലോചിക്കുന്നത് എന്തിനാ ഇവിടെ കൂടെയൊക്കെ കൂട്ടുവിടുന്നത്? എന്ത് ചെയ്യാൻ? സോ ഗൈസ്, എങ്ങനെയുണ്ടായിട്ട് പുതിയ ലുക്ക്? നമ്മൾ വൈറ്റ് ക്ലിഫിൽ പോവാണ്. അപ്പം ഇത് ഡേ 3. പ്രത്യേകിച്ച് ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് വൈറ്റ് ക്ലിഫിൽ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കണ്ണാടി. പിന്നെ നിന്നോട് ചോദിച്ചിട്ടില്ല, ഇവളതാണ് ഈ സാധനം. ഞാൻ എല്ലാം പുതിയത് വാങ്ങിക്കും, ഇവളെല്ലാം കൂടെ തൊലിക്കും. പുതിയ ചെരുപ്പ് തൊലിച്ചില്ലേ? സോ നമ്മൾ വൈറ്റ് ക്ലിഫിൽ പോകാൻ പോവാണ്. ഇത് ഡേ 3. ഇന്ന് ലാവൻഡർ തോട്ടത്തിൽ പോകണമെന്നായിരുന്നു ആക്കണം, പക്ഷെ എല്ലാവരും ഉറക്കം ഭയങ്കര ലേറ്റായി. ഓൾമോസ്റ്റ് 3 മണിയായി. ഇവ 8 മണിക്ക് ഷിഫ്റ്റ് ഉണ്ട്. 4, 5, 6, 7, 8, 4 മണിക്കൂറുണ്ട്. 4 മണിക്കൂറുള്ളിൽ നമുക്ക് പോയിട്ട് വരാൻ പറ്റത്തില്ല, ബിക്കോസ് അങ്ങോട്ട് പോകാൻ 1 hour വേണം, തിരിച്ചു വരാൻ 1 hour വേണം. അപ്പം തന്നെ 4 മണിക്കൂർ പോയി. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. വൈറ്റ് ക്ലിഫിൽ പോയി അടിച്ചു പൊളിച്ചിട്ട്. സോ ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന ഒരു വൈറ്റ് ക്ലിഫിലാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെയല്ല സ്ഥലം ഉദ്ദേശിച്ചത്, വേറൊരു സ്ഥലത്താണ്. പക്ഷെ ഞങ്ങളുടെ ഈ കാറും കൊണ്ട് അവിടെ പോകാൻ പറ്റത്തില്ല. പക്ഷെ ഭയങ്കര ലോവർ ചെയ്തേക്കുന്നുണ്ട്. ഈ കാറ് കൊണ്ട് അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇവിടെയാണ്. ഒരുപാട് നല്ല സൂപ്പർ സ്ഥലങ്ങൾ കണ്ടു. നല്ല രസമുണ്ട്. വൈറ്റ് ക്ലിഫ് ഇതാണ്, കണ്ടോ? ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് നല്ല നല്ല കുളിസീനുകളും അമ്മച്ചിമാരൊക്കെ കാണാൻ പറ്റും. കപ്പൽ കാണുന്നുണ്ടോ? നല്ല വലിയ കപ്പൽ. ഭയങ്കര തണുത്ത വെള്ളമായിരിക്കും. ഇങ്ങനെ എങ്ങനെ ഇവിടെ നീന്തുന്നതാണ് കാര്യം കുത്തി കിടക്കുന്നത്. എടി കണ്ണടി നടി മറന്നുപോയി. നല്ല വെയിലുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കളറുണ്ടല്ലോ, നീല കിടക്കുന്നത്. തണുക്കുന്നില്ലേ എന്തോ ഇവർക്കൊന്നും. ഞങ്ങൾ ബീച്ചിൽ ഐസ്ക്രീം കാത്തിരിക്കുകയാണ്. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഗൈസ്, ഞാൻ ഇവക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അടിപൊളി. ഇവള് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മാളു സൂപ്പർ എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയും ഉറപ്പായിരുന്നു ആ ഒരു സ്ഥലത്ത് പോകാൻ. പക്ഷെ ഇവളെ വണ്ടി കാരണം എൻ്റെ വണ്ടി ഭയങ്കര ലോവർ ചെയ്തേക്കുന്നുള്ളതുകൊണ്ട് ആ ഒരു വഴി 2 വഴി ട്രൈ ചെയ്തു. 2 വഴി കൂടെ പോകാൻ ശ്രമിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെ കൊണ്ടത് പറ്റിയില്ല. അടി നന്നായിട്ട് തട്ടുന്നുണ്ടായിരുന്നു.
സോ ഞങ്ങളിപ്പം ഇവിടെ ഒരു ബീച്ച് വന്നിരിക്കുവാണ്. വൈറ്റ് ക്ലിഫ് ബീച്ച്. നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം, പറ്റുമെങ്കിൽ നമുക്ക് പോവാം. ഗായ്സ്, ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വി കാൻ ഗോ ദേർ. എത്തി, എന്റെ ഫ്രണ്ട് എത്തി, പക്ഷെ നമുക്ക് കാർ അതിന്റെ ഉള്ളിലോട്ട് ആക്സസ് ആവുന്നില്ല. നമ്മുടെ കാർ ലോവർ ചെയ്തേക്കുന്നോണ്ട് എങ്ങനെ നോക്കിയിട്ട് ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആവും ഗേറ്റ്. സോ നമ്മൾ ആ സ്ഥലം എത്ര വഴി കൂടെ പോയി നോക്കി എന്ന് പറയും, 3-4 വഴി കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കി. പക്ഷേ ഹെക്റ്റിക് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമുക്ക് റിവേഴ്സ് എടുത്ത് ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകാം. കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നോക്കിയാൽ ചിലപ്പോൾ സെൻസർ വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ആയ. ഇത്രയും കിടിലം വ്യൂ സ്വപ്നങ്ങൾ മാത്രം. ഞങ്ങൾ മകളിൽ നോക്കിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കാണുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്രയും അടുത്ത് നിന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്കിത് കാണാൻ പറ്റുന്ന ഭയങ്കര സിക്സീൻ സ്ഥലം കേട്ടോ. കാരണം ഇത്രയും ക്ലോസ് ആയിട്ട് ഇത് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ബീച്ചും ക്രൂസും വണ്ടികൾ ഇങ്ങനെ പോകുന്നതും കയറുന്നതും ഒക്കെ. അയ്യോ, ഇതിന്റെ അപ്പുറത്ത് ആ കാണുന്നതാണ് ഫ്രാൻസ്. എനിക്കത് പറയാൻ പറ്റുന്നത്. ക്രൂസിൽ ഇങ്ങനെ വണ്ടികൾ കയറിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഇതൊക്കെ ഫ്രാൻസിൽ നിന്ന് വന്ന് ഇതുവരെ വന്ന വണ്ടികളാണ്. ഈ ക്രൂസിൽ അങ്ങോട്ട് പോകാൻ കിടക്കുന്നതാണ്. സൂപ്പർ ഗൈസ്, ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വ്യൂ. ആ കപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ എന്നെ ഹൈവേ വരെ തോറ്റു പോകുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ്. ഈ സൈഡുണ്ടോ? ഏതിൻ്റെ അടിയിൽ? അല്ല, റോഡാണ്. എൻ്റെ പൊന്നു കാഴ്ച, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം എനിക്ക് ഇനി ഈ വരുന്ന വണ്ടികളൊക്കെ ഈ വഴിയാണ് വരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ റൂട്ട് ഇങ്ങനെയാണ്. വന്ന് ഈ ബ്രിഡ്ജൊക്കെ കറങ്ങി കയറി അതൊക്കെ ഇല്ലേ, ബ്രിഡ്ജൊക്കെ കയറി കറങ്ങി വന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു റിംഗ് റോഡ് മാതിരിയുള്ള സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ കുറേ ക്രൂസുകൾ ഇങ്ങനെ ഉണ്ട്. ഈ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ ഇങ്ങനെ വരുന്നു, അപ്പുറത്തെ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ ഇങ്ങനെ വരുന്നു. എന്ത് രസമായിട്ടാണ് കൺസ്ട്രക്ഷൻസ് നടക്കുന്നത്. ഈ ഒരു വ്യൂ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. താഴെ നമുക്ക് ഇതിന്റെ അടിഭാഗത്തും പോകട്ടോ. ആൾക്കാർ നടക്കുന്നുണ്ടോ? വ്യൂ ഒന്ന് അവര് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതുവഴിയൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. എൻ്റെ അമ്മ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളം കണ്ടോ? വെള്ളം കറക്റ്റ് നല്ല സ്കൈ ബ്ലൂ കളറിലാണ് വെള്ളം കിടക്കുന്നത്. ഫ്രാൻസ്, ആ കാണുന്നതാണ് ഫ്രാൻസ്. അതാണ് ഫ്രാൻസ് കേട്ടോ. ഒരു ക്ലിഫ് പോലെ, ആ ഒരു ക്ലിഫ് പോലെ ഉണ്ട്. ആ ഒരു ക്ലിഫൊക്കെ കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഫ്രാൻസ് ആണ്. നല്ല രസം. സോ ഇതോടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീരജ് അമ്മൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ് അമ്മൂസ് ഇൻസ്റ്റ ഐ ഡി കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടിപൊളി കിടിലം സർപ്രൈസ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.